SSLC IT മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട തിയറി ചോദ്യങ്ങളിൽ നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ടെക്നോളജി ദാറ്റ് ഓട്ടോമാറ്റിക്കലി അസൈൻസ് IP അഡ്രസ് ടു കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്? നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് ഓട്ടോമാറ്റിക്കായി കിട്ടുന്ന ആ ഒരു ടെക്നോളജിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ഈ ചോദ്യം. ഇത് പാഠപുസ്തകത്തിലെ ഈ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ കാണാം. ഓരോ പ്രാവശ്യവും നെറ്റിലേക്ക് കയറുന്ന സമയത്ത് കമ്പ്യൂട്ടറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സംവിധാനം ലഭ്യമാക്കുന്ന ടെക്നോളജിയുടെ പേര് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് പരിശോധിക്കാം. ഇതിലെ DHCP എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചോദ്യം പരിശോധിക്കാം. സം സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് IP അഡ്രസ് അക്കോർഡിംഗ് ടു IPv4 ആർ ഗിവൺ ബിലോ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ IPv4 സ്റ്റേറ്റ്മെൻറ്റ്, IPv4മായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ള ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഇറ്റ് ഹാസ് സൈസ് ഓഫ് 128 ബിറ്റ്സ്, 128 ബിറ്റ് സൈസുള്ളതാണ് IPv4. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നതിൽ 4 ഭാഗങ്ങളുണ്ട് എന്നും ഓരോ ഭാഗത്തിന് 32 ബിറ്റ് വീതമാണ് അതിൻ്റെ സൈസ് എന്നും ആണ് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് 6 ഭാഗങ്ങളുണ്ട്, ഓരോ ഭാഗത്തിനും 8 ബിറ്റുകൾ വീതമാണ്. നാലാമതായി പറയുന്നത് ഓരോന്നിനും ഓരോ ഡോട്ടുകൾ ഉണ്ട് എന്നാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിൽ പറയുന്ന പോയിന്റുകളൊന്ന് പരിശോധിക്കാം. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് നൽകുന്ന ടെക്നോളജിയാണ് TCP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, IP എന്ന് പറയുന്നത്. അത് 2 തരത്തിലാണുള്ളത്, IPv4 എന്നും IPv6 എന്നും. IPv4 വെച്ചുകൊണ്ടാണെങ്കിൽ അതിന് 4 ഭാഗങ്ങളുണ്ട്, ഓരോ ഭാഗത്തിൻ്റെയും വലിപ്പം 8 ബിറ്റുകളാണ്. അങ്ങനെ 8 × 4 32. ശ്രദ്ധിക്കുക, 8 ബിറ്റുകൾ വീതമുള്ള 4 ഭാഗങ്ങളാണ് IPv4ലുള്ളത്. അപ്പോൾ ആകെ സൈസ് 32 മാത്രമാണ്, ഓരോ ഭാഗത്തിനും 8 ബിറ്റുകൾ വീതമാണ്. ഇനി IPv6 ആണെങ്കിൽ അതിൻ്റെ ആകെ സൈസ് 128 ബിറ്റാണ്. പിന്നെ ഓരോ ഭാഗത്തെയും ഓരോ ഡോട്ട്, ഇപ്പോൾ നിങ്ങൾക്കൂടെ നോക്കിക്കാണാം, 192 കഴിഞ്ഞിട്ടൊരു ഡോട്ടുണ്ട്, 168 കഴിഞ്ഞിട്ടൊരു ഡോട്ടുണ്ട്, ഇത് കഴിഞ്ഞൊരു ഡോട്ടുണ്ട്, പിന്നെ ഒരു നമ്പറുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 ഭാഗങ്ങളുള്ളതാണ്. ഇതാണ് IPv4. ഇതിൽ ഓരോ ഭാഗത്തിനും 8 ബിറ്റുകൾ വീതമാണുള്ളത്. ഇപ്പോൾ ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ഒരു ചോദ്യം പരിശോധിക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ? TCP/IP, SMB, POP, WAN. ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു പാഠഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ TCP/IP, SSH, SMB, POP ഇത് 4ഉമാണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ എന്നതായിട്ട് പാഠപുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ SMB, POPയും TCP/IPയും നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ WAN എന്നുള്ളതാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. WAN ചോദിക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് കമാൻഡ് ഈസ് ടു ബി ഗിവൺ ഇൻ ദ കമ്പ്യൂട്ടർ ടെർമിനൽ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി IP അഡ്രസ് ഓഫ് google.com.in? google.com.in എന്ന ഡൊമൈൻ നെയിം, ഡൊമൈൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പേരുകളെയാണ് ഡൊമൈൻ നെയിമുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഡൊമൈൻ നെയിമിൽ നിന്നും IP അഡ്രസ്സ് കണ്ടെത്തുവാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മാർഗമാണ് ഉപയോഗിക്കാൻ കഴിയുക? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പാഠഭാഗത്തിലേക്കൊന്ന് വരാം. പാഠഭാഗത്തിൽ ഇതൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ഡൊമൈൻ പേരുകളാണ്. birdsofIndia.org, jimb.org, irct.co.in ഇതൊക്കെ ഓരോ വെബ്സൈറ്റുകളുടെ പേരുകളാണ്. ഈ പേരുകളെയാണ് ഡൊമൈൻ നെയിമുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഡൊമൈൻ നെയിമുകൾക്ക് പിന്നിൽ ഒരു IP അഡ്രസ്സ് ഉണ്ട്. ഈ ഡൊമൈൻ പേരിൽ നിന്നും IP അഡ്രസ്സ് എങ്ങനെ കണ്ടെത്താം? ഇപ്പോൾ google.com.in എന്നതിൻ്റെ IP അഡ്രസ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഹോസ്റ്റ് google.com.in എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നോക്കിയാൽ കാണാം, C ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ C, ഹോസ്റ്റ് google.com.in എന്നുള്ളതാണ്. ചോദ്യം പരിശോധിക്കാം. എ ഡിവൈസ് യൂസ്ഡ് ടു നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ ഈസ് ഗിവൺ ഇൻ ദ ഇമേജ്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അത് ഏത് കണക്ടറാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ A RJ45, ഓപ്ഷൻ B HDMI കണക്ടർ, ഓപ്ഷൻ C VGA കണക്ടർ, ഓപ്ഷൻ D TRS കണക്ടർ. ഈ HDMI കണക്ടർ എന്നുള്ളത് പ്രൊജക്ടറിലേക്കൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കേബിളാണ്. ലാപ്ടോപ്പും പ്രൊജക്ടറും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു കേബിൾ നിങ്ങൾ കണ്ടു കാണാം, അതിൻ്റെ പേരാണ് HDMI കണക്ടർ. VGA കണക്ടർ അതിന് മുൻപ് ലാപ്ടോപ്പുകളിലും അതുപോലെ പ്രൊജക്ടറുകളിലുമൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന പഴയ ഒരു കണക്ടറാണ് VGA കണക്ടർ.
TRS കണക്ടർ എന്ന് പറയുന്നത് ഓഡിയോ കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ നീളം കൂടിയ ആ ഒരു കണക്ടറിൻ്റെ പേരാണ് TRS കണക്ടർ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ RJ45 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ RJ45 പോലെ തന്നെ ഉള്ള മറ്റൊന്നിൻ്റെ പേരാണ് RJ11. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കാം. RJ45 എന്നത് കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനും അതുപോലെ മോഡവും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു കേബിളാണ് ഈ RJ45 എന്ന ആ ഒരു കേബിൾ, ആ ഒരു കണക്ടർ. RJ11 എന്നുള്ളത് നമ്മളുടെ മോഡവും ടെലിഫോൺ ലൈനുകളും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണക്ടറാണ് RJ11. ഇതിൽ ഈ ഒരു കണക്ടർ കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഇത് മോഡവും ടെലിഫോൺ ലൈനും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് RJ11 എന്നുള്ള ഒരു കണക്ടർ. ഉത്തരം ഓപ്ഷൻ എ RJ45 കണക്ടർ എന്നുള്ളതാണ്. ശ്രദ്ധിക്കാൻ പലരുടെയും മാർക്ക് കളയുന്ന ഒരല്പം ആലോചിക്കേണ്ട ഒരു ചോദ്യമാണിത്. എ സ്കൂൾ ഹാസ് 10 കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. ദി IP address of the first computer is 192.168.1.251. Which of the following is possible IP address of the 10th computer? 10ാമത്തെ കമ്പ്യൂട്ടറിന് താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും IP അഡ്രസ്സ് വരാൻ സാധ്യത എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ IP അഡ്രസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാലാണ് നമുക്കിതിന് ഉത്തരം നൽകാനായിട്ട് കഴിയുക. അതല്ലാതെ നമുക്കത് കാണാതെ പഠിച്ചത് പോകാനായിട്ട് കഴിയില്ല. ഇത് എങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് IP അഡ്രസ്സിൻ്റെ ഘടന ഒന്ന് കാണാം. IP അഡ്രസ്സിൽ നമ്മൾ കണ്ടു IP4 എന്ന് പറയുന്ന 4 ഭാഗങ്ങളാണുള്ളത്. ഓരോ ഭാഗങ്ങൾക്കും 8 ബിറ്റുകൾ വീതമാണ് അതിൻ്റെ സൈസിൻ്റെ വലിപ്പം. അങ്ങനെ 8 × 4 32 ഈ 4 ഭാഗങ്ങളുള്ള IP അഡ്രസ്സിൻ്റെ ആകെ സൈസ് എന്ന് നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിലൂടെ പഠിച്ചതാണ്. ഇതിലെ ആദ്യത്തെ 3 ഭാഗം ഈ 192.168.1 എന്ന് പറയുന്നതിനെ IP അഡ്രസ്സിലെ നെറ്റ്വർക്ക് എന്നാണ് അതിനെ പറയുക. അവസാനം കാണുന്ന ആ നമ്പറാണ് ആ നമ്മുടെ ലാബിലെ അല്ലെങ്കിൽ ആ കണക്ട് ചെയ്തിരിക്കുന്ന ആ കമ്പ്യൂട്ടറിൻ്റെ നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. ആ നമ്പറിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കേണ്ടത്. ആ നമ്പർ, അതായത് അവസാനം വരുന്ന ഈ ഒരു നമ്പർ 2 മുതൽ 254 വരെ മാത്രമേ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 മുതൽ 254 വരെയുള്ള നമ്പറുകൾ മാത്രമാണ്. ഈ നമ്പർ എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ടാവും. 192.168.1 എന്നുള്ളത് കോമൺ ആയിരിക്കും. അതിനുശേഷം വരുന്ന ഈ ഒരു നമ്പർ 2 മുതൽ 254 വരെ മാത്രമേ ഇത് പാടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് പരിശോധിക്കാം. ഈ ഓപ്ഷൻസിൽ 192.168.1 എന്നുള്ളത് ഈ 2 ഓപ്ഷൻസ് മാത്രമാണ് നിലവിലുള്ളത്. ഇതിൽ 292 തെറ്റാണ്. ഇതിൽ 192 ശേഷം 268. അപ്പോൾ ബിയും സിയും ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്ന് മാറ്റാം. പിന്നെയുള്ള ഇത് 2 ഓപ്ഷൻസാണ്, എയും ഡിയുമാണ്. ഇതിൽ അവസാന ഭാഗത്ത് നോക്കുമ്പോൾ ഇതിൽ 261 എന്നാണ്. നമ്മളിപ്പോൾ കണ്ടു 2 മുതൽ പരമാവധി 254 വരെ മാത്രമേ നമ്പർ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 261 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും വരികയില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം.